தூது கொடுக்க வேண்டியவன். നീ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് സഭയ്ക്ക് വേണ്ടിയുള്ള ദൂതറിയിക്കേണ്ട വ്യക്തിയാണ്. நான் சொல்றேன் அருமையானவர்களே, പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, என்னுடைய ஆவடி சபையை 39 வருஷம் நடத்துறேன். 39 years. ആവടിയിലുള്ള എന്റെ സഭ no transfer 39 വർഷമായി ഞാൻ ശുശ്രൂഷിക്കുന്നു. 39 வருஷ விசுவாசி அங்க இருக்கிறான். 39 വർഷം അവിടെ ഉള്ള വിശ്വാസി. 39 വർഷമായി വിശ്വാസി. My message is a very new 39 years new message. 39 വർഷമായി ഓരോ ആഴ്ചയും എന്റെ ദൂത് പുതിയതാണ്. 39 வருஷம் நான் மெசேஜ் இல்லாம புல்பீட்ல ஏற நான் தைரியம் கொண்டதே இல்ல. 39 വർഷക്കാലവും ദൂത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാതെ പ്രസംഗ പീഠത്തിന് മുൻപാകെ നിന്നിട്ടേ ഇല്ല. நான் என் சபைக்கு பிரசங்கம் பண்ணதில்லை. എന്റെ സഭയോട് ഞാൻ പ്രസംഗിച്ചതില്ല. எனக்கு ஏறக்குறைய 400 பாஸ்டர்ஸ் மெசேஜ் இருக்கு. 400 பாஸ்டர்ஸ் மெசேஜ். 400 പാസ്റ്റർമാർക്കുള്ള ദൂത് എന്റെ പക്കലുണ്ട്. But இது no old message, the new message. ഇത് പഴയ നേരത്തെ പ്രസംഗിച്ച പ്രസംഗമല്ല, ഇത് പുതിയ ഒരു ദൂതാണ്. நான் கேரளாவுல பிரசங்கமே பண்ணதில்லை, அதனால 400ல ஒண்ண நான் எடுத்துட்டு வரல. കേരളത്തിൽ ഇതുവരെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല, അതുകൊണ്ട് 400 പ്രസംഗം എന്റെ കയ്യിലുണ്ടല്ലോ, അതിലൊന്നല്ല എടുത്തോണ്ട് വന്നത്. இன்றைக்கு உனக்கு என்ன செய்தி அதை தேவன் கொடுத்தார். ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുള്ള ആത്മീക ദൂത് ദൈവം എന്റെ പക്കൽ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. Hallelujah. 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 Brother, message no നമ്മുടെ എക്സ്പീരിയൻസ്. ദൂത് എന്ന് പറയുന്നത് നമ്മുടെ അനുഭവമല്ല. ഡെയിലി ഓരോ ദിവസവും ഉட்கார்ந்து ஆண்டவர்ட்ட கேளு. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് കേട്ട് പഠിക്കേണ്ടതാണ്. സഭയാർ என்ன வந்திருக்காங்க தெரியுமா? എന്തിനു വേണ്ടിയാ വിശ്വാസികൾ നമ്മുടെ സഭയിൽ വരുന്നത് അറിയാമോ? பிரசங்கம் கேட்கிறதுக்கு. പ്രസംഗം കേൾക്കാനല്ല. எங்க தமிழ்நாட்டுல மிஸ்டர் கருணாநிதினு ஒரு மினிஸ்டர் இருக்காரு. எக்ஸ் சீஃப் மினிஸ்டர். നേരത്തെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ആണ് കരുണാനിധി. அவர் பைபிளை எங்களை விட ரொம்ப அழகா பேசுவார். ഞങ്ങളെക്കാൾ നന്നായി അദ്ദേഹത്തിന് ബൈബിൾ സംസാരിക്കാൻ അറിയാം. ரொம்ப பைபிள் அறிஞ்சிருக்காரு. നന്നായി ബൈബിൾ വായിച്ച് പഠിച്ചിട്ടുള്ള മനുഷ്യനാണ്. பட் அவரை தேவன் அழைக்கல. എന്നാൽ ദൈവം അദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ല. தேவன் உங்களை அழைச்சாரு. എന്നാൽ ദൈവിക ശുശ്രൂഷയ്ക്ക് നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ട്. എന്തിനെന്നറിയാമോ? உங்ககிட்ட தான் செய்தி இருக்கு. നിങ്ങളുടെ അടുത്താണ് ദൈവം ദൂത് ഏൽപ്പിച്ചിരിക്കുന്നത്. உங்ககிட்ட செய்தி இருக்கு. ദൈവം നിങ്ങൾക്ക് ദൂത് ഏൽപ്പിച്ചിട്ടുണ്ട്. உங்க உத்தரவாதத்தை நீங்க உணர்ந்திருக்கீங்களா? ആ ഉത്തരവാദിത്വം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? உங்க உத்தரவாதத்தை உணர்ந்திருக்கீங்களா? നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? திங்கட்கிழமையில இருந்து சனிக்கிழமை வரைக்கும் ஊர் சுத்துறீங்க. തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെയും ഇങ്ങനെ അലഞ്ഞടക്കുക. ஞாயிற்றுக்கிழமை നാളെ ഞായറാഴ്ചയാണ്. நாளைக்கு யாரை கூப்பிடலாம்? നാളെ ആരെ വിളിക്കാം? அந்த விசுவாசியை கூப்பிடலாம். ആ വിശ്വാസിയെ വിളിക്കാം. பிரதர் 100 ரூபாய் காணிக்க வச்சுங்க பிரதர். ബ്രദറെ, നിങ്ങൾ 100 രൂപ സ്വത്രാഴ്ച വെച്ചാട്ടെ. சபைக்கு பிரசங்கம் கேட்டாச்சு. பட் சபையார் எதுக்கு வந்தாங்க தெரியுமா? பிரசங்கம் கேட்கறல, மெசேஜ். ജനം വരുന്നത് നിങ്ങളുടെ പ്രസംഗം കേൾക്കുവാനല്ല, ദൈവത്തിൽ നിന്ന് ആലോചന കേൾക്കുവാൻ വേണ്ടിയാണ്. പാസ്റ്റർമാരെ, நீங்க என் மேல வருத்தப்பட்டாலும் பரவாயில்லை பாஸ்டர். നിങ്ങൾ എന്നെ ഓർത്ത് എന്റെ മേൽ ഗൗരവം വിചാരിച്ചാലും ദുഃഖിച്ചാലും സാരമില്ല. உங்க உத்தரவாதத்தை உணர்ந்திருக்கீங்களா? നിങ്ങളുടെ ഉത്തരവാദിത്വത്തെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? உன் சபைக்கு நீ வந்து மெசேஜ் கொண்டு போயிருக்கியா? എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സഭയ്ക്ക് നിങ്ങൾ ദൂത് കൊണ്ടുപോയിട്ടുണ്ടോ? இன்றைக்கு ஒரு பாஸ்டிங் பிரேயர். ഇന്നൊരു ഉപവാസ പ്രാർത്ഥന, ഒരു കോട്ടേജ് പ്രേയർ മീറ്റിംഗ്, ഒരു ഭവന പ്രാർത്ഥന. നമ്മളെ என்ன நினைச்சறோம் தெரியுமா? നമ്മൾ എന്താ ചിന്തിക്കുന്നത് അറിയാമോ? இன்னைக்கு ஒரு 10 பாட்டி வருவாங்கல்ல. 10 വയസ്സായ അമ്മമാർ വരും അല്ലേ, അമ്മച്ചിമാർ വരും. 10 பாட்டிக்கு பிரசங்கம் பண்ண தெரியாதா? എനിക്ക് എന്താ 10 അമ്മച്ചിമാരോട് പ്രസംഗിക്കാൻ അറിയില്ലേ? யார் வருவா? ആര് വരും? சத்தியமா இன்னைக்கு 10 பாட்டி தான் வருவா. തീർച്ചയായിട്ടും അന്ന് 10 അമ്മച്ചിമാർ മാത്രമേ വരുള്ളൂ. ஏன்னா உன் செய்தி யாருமே 10 பாட்டிக்கு தான் இருக்கு. കാരണം നിങ്ങൾ ഒരുക്കി വെച്ച ദൂത് 10 അമ്മച്ചിമാർക്ക് വേണ്ടിയുള്ളതാണ്. உன் சபை வளரல. ഒരിക്കലും നിന്റെ സഭ വളരുന്നില്ല. உன் சபை வளரல. നിന്റെ സഭ വളരുന്നില്ല. நான் சொல்றேன், ഞാൻ പറയട്ടെ, நவம்பர் 20ஆம் தேதியில இருந்து നവംബർ 20ஆம் தேதியில் തൊട്ട് டிசம்பர் 29ஆம் தேதி வரைக்கும் ഡിസംബർ 29ആം തീയതി என் சபையில 40 நாள் ஃபாஸ்டிங் பிரேயர். ഞങ്ങളുടെ സഭയിൽ 40 ദിവസം ഉപവാസ പ്രാർത്ഥനയായിരുന്നു. Every day our church is full. ഓരോ ദിവസവും ഞങ്ങളുടെ സഭ നിറഞ്ഞു കവിയായിരുന്നു. Every day 40 days our church is full. ഞങ്ങൾ 40 ദിവസം ഞങ്ങളുടെ സഭ നിറഞ്ഞിരിക്കുകയായിരുന്നു. ஏன் தெரியுமா? എന്തുകൊണ്ടെന്ന് അറിയാമോ? 40 நாள் ஜனங்கள் அழுதுட்டே போனாங்க. 40 ദിവസവും ജനം ദൈവസന്നിധിയിൽ കരയുകയായിരുന്നു. நைட்ல ஆண்டவர்ட்ட உட்கார்ந்தேன். രാത്രി ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് இன்னைக்கு என்ன சொல்லணும்? ഇന്ന് എന്ത് പറയണം? இன்னைக்கு எதுக்கு ஜெபம் பண்ணணும்? എന്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം? எங்க தேவைக்கு இல்ல ஆண்டவரே. കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങളെ വെച്ചുകൊണ്ടല്ല, சித்தத்தின்படி ஜெபம் பண்ணணும். കർത്താവേ, നിന്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കാൻ ஆண்டவர் ஜெபிக்க வேண்டிய ஒரு குறிப்பை தந்தார். ദൈവം പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു തന്നു. ஒரு காரியத்தை பேசினேன். ഒരു കാര്യത്തെ 40 days 40 message. 40 ദിവസം 40 മെസ്സേജ് കൊടുത്തു. நிறைய பேர் ஜுவல்ஸை கலத்துனாங்க. പലരൊക്കെ ആഭരണങ്ങൾ എടുത്തു. நிறைய பேர் Dress-ஐ மாத்துனாங்க. പലരും life is change. every day ஜனங்கள் சொல்ல இன்றைக்கு ஆண்டவர் என்னோட பேசினார். പലരും വസ്ത്രധാരണം മാറ്റി, പലരും ആഭരണങ്ങൾ ഊരി അവർ പറഞ്ഞു, ദൈവം ഞങ്ങളോട് ഇന്ന് സംസാരിച്ചു എന്ന്.
கணவன் மனைவி ஒப்புரவானார்கள். ഭാര്യയും ഭർത്താവും തമ്മിൽ നിരപ്പുണ്ടായി. പകകൾ വകൽന. വിരോധങ്ങൾ മാറി. நான் சொல்லுவேன், fasting prayer is a